നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഡെയിലി PYQ ചലഞ്ച് വീഡിയോൻ്റെ എത്രാമത്തെ ദിവസമാണ്? 7ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 117/2025 ഒരു LGS ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇതിലെ 80 GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയല്ലേ? തുടങ്ങിയാലോ നമുക്ക്? ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നിസ്സഹകരണ സമരം. ഏതാണ്? നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭം. വർഷം ഏതാണ്? 1920 അല്ലേ? ഇതിന്റെ കാരണം എന്തായിരുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും റൗലത്ത് നിയമവും ഖിലാഫത്ത് പ്രശ്നവും ഒക്കെ ആയിരുന്നു ഈ ഒരു നിസ്സഹകരണ സമരം ഗാന്ധിജി ആരംഭിക്കാൻ കാരണം. ഇനി നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണമായത് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തത്. ആ ഒരു പോർഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വർഷങ്ങളും കൂടെ പഠിച്ചോളണേ. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? റൗലത്ത് നിയമവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ റൗലത്ത് നിയമവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം, വിചാരണ കൂടാതെ തടവിലിടാം. അപ്പൊ ഇതിൽ റൗലത്ത് നിയമവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൗലത്ത് നിയമവുമായിട്ട് ബന്ധമുള്ളതല്ല. ബാക്കി 3ഉം റൗലത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1919 ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ നിയമമാണ് റൗലത്ത് നിയമം. കരി നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ? ഈ നിയമപ്രകാരം വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് അഭിഭാഷകനെ വെക്കാനോ അപ്പീൽ നൽകാനോ അവകാശം ഉണ്ടായിരുന്നില്ല. അടുത്തത്, പൂനാ സന്ധി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പൂനാ സന്ധി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ് പൂനാ സന്ധി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1932 സെപ്റ്റംബർ 24 മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് പൂനാ സന്ധി. ആരൊക്കെ തമ്മിലാണ്? മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് പൂനാ സന്ധി. വർഷം ഏതാണ്? 1932 സെപ്റ്റംബർ 24. ഡേറ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 24. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അരുണ ആസിഫ് അലി. ആരാണ്? അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത്, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. 6ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകള്: കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും ആവശ്യമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഈ സൂചനകൾ ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സൂചനകൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്ത ഏതാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ബന്ധമില്ലാത്തത് ഏതാണ്? നിങ്ങൾക്കറിയാലോ, ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നല്ലോ.
ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്താണുള്ളത്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ് അല്ലെ. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാണ് തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 8ാമത്തെ ചോദ്യമാണ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ. ഏതാണ് ആ ഭേദഗതി? ഓപ്ഷൻ ഡി ആണ് 42ാം ഭേദഗതി. വർഷം ഏതാണ്? 1976. 1976 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത്. ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലേ. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതിയാണ് 1976 42ാം ഭേദഗതി. മൗലിക കടമകളും ഈ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് പാർലമെന്റ് അല്ലെ. പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. 10ാമത്തെ ചോദ്യം. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ. മൗലിക കടമകളാണ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇനി മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാൽ 1976 42ാം ഭേദഗതി ആയിരുന്നു. ഏത് ഭാഗത്താണ്? ഭാഗം 4 51A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ടാണ് കടമെടുത്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഈ പോയിന്റ് ആവശ്യം വന്നു, ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പോയിന്റുകൾ ആവശ്യം വന്നു. അപ്പോൾ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെ. അപ്പോൾ മൗലിക കടമകളൊക്കെ നോക്കി വെച്ചോളുക. അടുത്തത് സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം ആരാണ്? ഓപ്ഷൻ സി ആണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തുന്നത്. അപ്പോൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്. വൈ എന്നോർത്ത് വെച്ചോ. വൈ. വൈകുണ്ഠ സ്വാമികൾ, സമപന്തി ഭോജനം, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. വൈകുണ്ഠ സ്വാമികൾ, സമപന്തി ഭോജനം, വൈകുണ്ഠ സ്വാമികൾ. ഇത് എൻ്റെ കോഡൊന്നുമല്ല, മൻസൂർ അലി സാറിന്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വൈ എന്നാണ്. അപ്പോൾ ആ സാറിന്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് ഓർമ്മ വരുന്നുണ്ടാവും. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ഓപ്ഷൻ എ ആണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ ഡി ആണ് മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വാക്കുകളാണ് ഇത്. ആരുടെ വാക്കുകളാണ്? അയ്യങ്കാളിയാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ. ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചതിനെതിരെ 1907 കാർഷിക പണിമുടക്ക് സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. ഓക്കെ അല്ലേ. ഇനി അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും ഒക്കെയാണ്. അടുത്തത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പറഞ്ഞല്ലേ.
വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 500 പേരടങ്ങുന്ന സവർണരുമായിട്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത്. അടുത്തത് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. കഴിഞ്ഞ ക്ലാസ്സിലും സർവമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ആലുവയാണ്. ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ് അദ്ദേഹം സർവമത സമ്മേളനം നടത്തിയത്. അവിടെയാണ് അദ്ദേഹം ഒരു ആപ്തവാക്യം എഴുതി വെച്ചത് അല്ലെ. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കുവാനാണെന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു എഴുതി വെച്ചത് ഈ സർവമത സമ്മേളനം നടത്തിയ അദ്വൈതാശ്രമത്തിലായിരുന്നു. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അടുത്തത് എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾ നമ്മളുടെ ബന്ധുക്കളാണെന്നൊക്കെ ഓർത്തു വെച്ചോളുക. ബന്ധു ക്ലിനിക് പദ്ധതി എന്താണ്? കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. 17ാം ചോദ്യം, സത്യം സമത്വം സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്നാണ് ചോദിച്ചത്. സത്യം സമത്വം സ്വാതന്ത്ര്യം ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി ആണ്, മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിന്റെ ആപ്തവാക്യമാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഏതാണ്? 1950 ജനുവരി 26 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇനി മറ്റു തീയതികൾ എന്തൊക്കെയാണ്? 26 നവംബർ 1949. ഈ തീയതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് 26 നവംബർ 1949. നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 1947 ഓഗസ്റ്റ് 15 പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് അല്ലെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്നും പ്രതിരോധ മന്ത്രി ആരെന്നും നിയമമന്ത്രി ആരെന്നും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരെന്നാണ്. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇനി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷനിൽ പട്ടേലുണ്ട്. പട്ടേലിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. രാജേന്ദ്ര പ്രസാദ്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ. അടുത്തത്, ഇവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞുപോയി. ആരാണ് നമ്മുടെ ഈ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അടുത്ത 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ന്യൂഡൽഹിയാണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി. ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്.
24ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സഞ്ജയ് മൽഹോത്ര. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത്. താഴെ തന്നിരിക്കുന്നവയില് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയില് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗതാഗതമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. ഗതാഗതം എന്നത് സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനമാണ്. അപ്പൊ ബാക്കി മൂന്നുമാണ്, അതായത് കന്നുകാലി വളർത്തലും കൃഷിയും മത്സ്യബന്ധനവും പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖലയുടെ പ്രത്യേകത എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന മേഖല അല്ലേ. അടുത്തത്, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് കേരളത്തിലെ ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂവിഭാഗം. അടുത്തത് 27ാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തില് കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 28ാമത്തെ ചോദ്യം, സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി ആണ്, തമിഴ്. തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. ആധുനിക തമിഴ് കവിതയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 29ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയില് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത്? താഴെ തന്നിരിക്കുന്നവയില് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്ത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സഹകരണ ബാങ്ക്. ബാക്കി 3 ബാങ്കുകളും പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക്, വിദേശ ബാങ്ക്, ഇത് 3ഉം വാണിജ്യ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. വാണിജ്യ ബാങ്കുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കിപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയുടെ പേരെന്താണ്? ആരാണ് ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ്. ഒ ജെ ജനീഷ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. അടുത്തത്, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, എന്റെ കേരളം എന്നും സുന്ദരം. ഈ ഒരു ചോദ്യം 2026 PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കേരളമാണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 ജനുവരിയിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത്. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ആണ്, ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു ദ്രൗപദി മുർമു. അടുത്തത് 34ാമത്തെ ചോദ്യം, മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഋതുക്കൾ എന്നാണ് മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം. 35ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ്. ഇവിടെ നിന്നാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള
ത്രയംബകേശ്വർ എന്ന സ്ഥലത്ത് നിന്നാണ് ഗോദാവരി നദിയുടെ ഉത്ഭവം വരുന്നത്. ഇനി ഉപദ്വീപീയ നദികളിൽ നീളത്തിൽ 2ാം സ്ഥാനമുള്ളത് ഏത് നദിക്കാണ്? കൃഷ്ണ നദിക്കാണ്. കൃഷ്ണ നദിക്കാണ് നീളത്തിലെ 2ാം സ്ഥാനം ഉപദ്വീപീയ നദികളിൽ കേട്ടോ. അടുത്തത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറുത്ത മണ്ണ് അല്ലെ. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? താഴെ പറയുന്നതില് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലെ. അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി. 38ാമത്തെ ചോദ്യം, ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ ആണ് ആരവല്ലി പർവ്വതനിരകൾ. ആരവല്ലി പർവ്വതനിരകളാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര. അതായത് ഈ ആരവല്ലി പർവ്വതനിരകള് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് സമാന്തരമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബിക്കടലിൽ നിന്നിട്ട് കാറ്റുകൾ വീശുമ്പോൾ ഈ കാറ്റിന് തടസ്സം നിൽക്കാനോ രാജസ്ഥാനിൽ മഴ പെയ്യിക്കാനോ ആരവല്ലിക്ക് കഴിയുന്നില്ല. കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നത് കൊണ്ട് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. താഴെ പറയുന്നവയില് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? റിയൽ ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ സി ആണ് നെല്ലാണ് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള അല്ലേ. മൺസൂൺ കാലത്ത് വിതച്ച് ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ വിളവെടുക്കുന്ന കൃഷിയാണ് ഖാരിഫ് വിള. അപ്പോൾ നെല്ലാണ് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള. ഇതില് ബാക്കി ഓപ്ഷൻസിൽ ഗോതമ്പും കടുകും ഇവ റാബി വിളകളാണ്. ഗോതമ്പും കടുകും റാബി വിളകളാണ്. പുകയില എന്ന് പറയുന്നത് ഒരു നാണ്യവിളയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 40 ചോദ്യങ്ങൾ. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത 40 ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.